അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പരിശുദ്ധമായ മാസം, ഏതാ മാസം? ശഅബാൻ മാസമാണ് അല്ലേ? റജബ് മാസവും ശഅബാൻ മാസവും അള്ളാഹുവിൻ്റെ അരികിൽ ഏറെ പുണ്യമുള്ള വളരെ പ്രധാനപ്പെട്ട മാസങ്ങളിൽ പെട്ട മാസമാണ്. അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ, ചില സ്ഥലങ്ങൾ, ചില സാധനങ്ങൾ, അതിനൊക്കെ ആദരിക്കുക എന്നത് ഈമാനിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. അത് ഈമാൻ്റെ ഒരു ഭാഗമാണ്. അതിനെ ബഹുമാനിക്കാൻ കഴിയുക എന്നത് ഈമാൻ ഉള്ളതിൻ്റെ ലക്ഷണമാണ്. അപ്പൊ അതിൽപ്പെട്ടതാണ് പരിശുദ്ധമായ ശഅബാൻ മാസം. ശഅബാൻ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളും പുണ്യവും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹദീസുകളിലൂടെ ഒരുപാട് പ്രത്യേകതകൾ. അപ്പൊ ഇത്തരം പുണ്യമായ മാസങ്ങൾ നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ ആ മാസത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്, ഇത്തരം മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളോട് അക്രമം ചെയ്യരുത്. ഖുർആന്റെ നിസ്സം. ശരീരങ്ങളോട് അക്രമം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ശരീരത്തെ വേദനിപ്പിക്കരുത് എന്നല്ല ഇതിന്റെ അർത്ഥം. പിന്നെയോ തെറ്റുകൾ ചെയ്യരുത് എന്നാണ്. ഈ മാസത്തിൽ പ്രത്യേക തെറ്റുകളെ നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഈ മാസത്തിൽ ചെയ്യുന്ന നന്മകൾക്ക് മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന നന്മകളെക്കാൾ പ്രതിഫലം കിട്ടുകയും ചെയ്യും. അതങ്ങനെയാണ്. ചില ദിവസങ്ങൾക്ക്, ഇപ്പൊ വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ, ദിവസങ്ങളുടെ നേതാവാണ് ഏത് ദിവസം? വെള്ളിയാഴ്ച ദിവസം. ആ വെള്ളിയാഴ്ച ദിവസത്തിൽ ചെയ്യുന്ന അമലുകൾക്ക് മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളെക്കാൾ പ്രതിഫലം കിട്ടും, കൂടുതൽ കൂലി കിട്ടും അള്ളാഹുവിൻ്റെ. അതുപോലെ തന്നെ പരിശുദ്ധ മക്ക, ഹറം ഷരീഫ്, നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന അമലിനേക്കാൾ കൂടുതൽ പ്രതിഫലം, ഇവിടുന്ന് ചെയ്യുന്ന അതേ അമൽ തന്നെ ഹറമിൽ നിന്നൊരാൾ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ഇരട്ടി പ്രതിഫലം കിട്ടും. അത് ചില ദിവസങ്ങളുടെ, ചില മാസങ്ങളുടെ, ചില സ്ഥലങ്ങളുടെയൊക്കെ അള്ളാഹു തആല നൽകിയ ആദരവും പ്രത്യേകതയും. റമദാൻ മാസത്തിൽ നമ്മൾ ഖുർആൻ കൂടുതൽ ഓതുന്നു, കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുന്നു. കാരണം എന്തുകൊണ്ടാണ്? മറ്റു മാസങ്ങളെക്കാൾ ആ മാസത്തിൽ ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അരികിൽ പ്രതിഫലം ലഭിക്കും എന്നതുകൊണ്ടാണ്. അതിനെ പ്രത്യേകമായി ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കടമയാണ്. അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തും. നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോൾ, നല്ല നല്ല മാസങ്ങൾ വരുമ്പോൾ, നല്ല നല്ല സമയങ്ങൾ, അത്തരം സമയങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ആ സമയത്ത് കൂടുതൽ പ്രത്യേകമായ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ശഅബാൻ മാസം ഒരുപാട് നോമ്പ് നോക്കുമായിരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻ ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു ഖാലത് ഖുൽതു യാ റസൂലല്ലാഹ്. ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം പറയണം, ഖാല ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ലം അറക തസൂമു ശഹറൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. നബിയേ, ശഅബാനിൽ അങ്ങ് നോമ്പ് നോക്കുന്ന അത്രയും കൂടുതൽ മറ്റൊരു മാസത്തും നോമ്പ് നോക്കുന്ന കാണുന്നില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? സ്വഹാബാക്കൾ അങ്ങനെയാണ്, എന്തെങ്കിലും കണ്ടാൽ പഠിക്കും. കാരണം അത് അവർക്കും ചെയ്യാൻ വേണ്ടി. അപ്പൊ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാക ശഹറുൻ, ആ മാസം യഗ്ഫലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ, ഈ മാസം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന മാസം. കാരണം റജബ് വലിയ പുണ്യമുള്ള മാസമാണ്. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജ് ഉണ്ടായ മാസമാണ്, ഇസ്രാ മിഅ്റാജ് ഒക്കെ ഉണ്ടായ മാസമാണ്. റജബ് മുളർ കബീലക്കാരായ പിന്നെ ആളുകളും അതുപോലെ തന്നെ പിന്നെ ഇസ്ലാമിന്റെ മുൻപുള്ള കാലത്തെ റജബിനെ ബഹുമാനിക്കാറുണ്ടായിരുന്നു.
പിന്നെ റമളാനാണ് വരാൻ പോകുന്നത്. റമളാനോടും ആളുകൾക്ക് വലിയ താല്പര്യവും വലിയ ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഷഅബാനിനെ ഇങ്ങനെ ആരും ശ്രദ്ധിക്കില്ല. ഷഅബാൻ ഈ റമളാനിന്റെയും ഇതിന്റെ ഇടയിലായതുകൊണ്ട് ആരും ശ്രദ്ധിക്കാതെ വിട്ടുപോകും. പക്ഷേ ആ പരിശുദ്ധമായ മാസം വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ആ മാസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? തുർഫഉ ഫീഹിൽ അഅമാലു, അമലുകളെ ഉയർത്തപ്പെടും ആ മാസത്തിൽ. ഇലാ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിലേക്ക്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിം. മുസല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിം. ഞാനൊരു നോമ്പുകാരനായ നിലയിൽ അല്ലാഹുവിലേക്ക് എൻ്റെ അമലിനെ ഉയർത്തപ്പെടുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. പറഞ്ഞ മനസ്സിലായില്ല? അതായത് ഒരു ആഴ്ചയിൽ, ഓരോ ദിവസത്തിൽ, ഓരോ വർഷത്തിൽ അള്ളാഹുവിലേക്ക് അടിമകളുടെ അമലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തും ഒരു അടിമയുടെ അമൽ. ശ്രദ്ധിക്കണേ നല്ലോണം. ഓരോ ദിവസത്തെ അടിമയുടെ അമൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയം പകലിന്റെ മലായിക്കത്തുകളും രാത്രിയുടെ മലായിക്കത്തുകളും ഒരുമിച്ച് കൂടുന്ന സമയമാണ്. അസ്റിന്റെ അവസാന സമയം, മഗ്രിബിന്റെ തുടക്ക സമയം. അതിൽ നമ്മൾ മഗ്രിബിന് മുമ്പ് വന്നിട്ട് തസ്ബീഹിലേക്ക് ചെയ്യുന്ന ആ സമയം വല്ലാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അത്രയും കളിക്കേണ്ട സമയമല്ല. ആ സമയം തസ്ബീഹിലും തഹ്ലീലും ദിക്റിലും ഒക്കെ കഴിയേണ്ട സമയമാണ്. കാരണം പകലിനെ കൊണ്ട് ഏൽപ്പിക്കുക, അതായത് പകൽ സമയങ്ങളിൽ നമ്മളെ സൂക്ഷിക്കാൻ വേണ്ടിയും നിരീക്ഷിക്കാൻ വേണ്ടിയും ഏൽപ്പിച്ച മലക്കുകൾ നമ്മൾ പകല് ചെയ്ത അമലുകളുടെ റിപ്പോർട്ടുമായി അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്ന സമയം. രാത്രിയുടെ മലക്കുകൾ ഇറങ്ങി വന്ന് പണി തുടങ്ങുന്ന സമയം. ശ്രദ്ധിക്കണം, അവർ പണി തുടങ്ങണം, മറ്റവർ പണി അവസാനിപ്പിച്ച് തിരിച്ച് അള്ളാഹുവിലേക്ക് പോവാണ്. ഈ രണ്ട് അമലുകളും രണ്ട് ആളുകളും രണ്ട് മലായിക്കത്തുകളും സംഗമിക്കുന്ന സമയമാണ്. അപ്പോ ഒരു തുടക്കത്തിന്റെയും ഒരു ഒടുക്കത്തിന്റെയും സമയമാണ്. ഒരു പേജ്, ഒരു പുസ്തകം, ആ പുസ്തകത്തിന്റെ തുടക്ക പേജ്, അവസാന പേജ്. തുടക്കവും അവസാനവും നന്നായാൽ അതിനിടയിലുള്ളതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശ്നമാക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയം നല്ല അമൽ ചെയ്യുന്നതായി അള്ളാഹു കാരണം. അപ്പൊ എന്ത് ചെയ്യും? അവസാനം എഴുതി കയറിപ്പോകുന്ന മലക്കുകൾ എഴുതി വെക്കും, അയാൾ തസ്ബീഹ് ചൊല്ലുകയായിരുന്നു. പിന്നാലെ ഇന്ന ആള് അവര് ആ പുസ്തകത്തിന് അതായത് ആ റിപ്പോർട്ട് ഇന്നത്തെ അമലുകൾ അവസാനിക്കുന്ന സമയം അയാൾ എന്താ ചെയ്യുന്നത്? അവർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം ഇങ്ങനെ ചെല്ലുന്നുണ്ട്. അത് അവിടെ എഴുതി വെച്ചു. ഇനി ആ തസ്ബീഹ് ചെല്ലുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും മുരട് പിടിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയെന്ന്, ഓളെ നോക്കി ചിരിക്കുകയെന്ന്, അല്ലെങ്കിൽ വേറെ എന്തോ പണിയെടുക്കുന്നത്, അള്ളാഹിനെ ശ്രദ്ധിക്കാണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിനെ ചിന്തിക്കാണ്ട് ഇങ്ങനെ ഒരു മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ ഉണ്ടാവില്ല ചില നമ്മളെ കൂട്ടത്തിലൊക്കെ കുറെ ആൾക്കാർ. ഒന്നിനും ഒരു ഗൗരവം കൽപ്പിക്കാത്ത ആളുകൾ, ഒന്നിനും എല്ലാം തമാശ, എല്ലാം കളി, എല്ലാ സമയവും അവർക്ക് കളി. എന്തെങ്കിലും പറഞ്ഞ ആളെ കണ്ണ് തെറ്റി അപ്പൊ കളി, ചിരി, അപ്പുറത്ത് നോക്കിയിട്ട് ഓളെ നോക്കി ചിരിക്കും, ഇവിടെ നോക്കി ചിരിക്കൽ, ഇങ്ങനെ ഉണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകൾ അതവിടെ എഴുതി വെക്കും. ഗാഫിലാണ്, ഗഫലത്താണ്, അവർ അശ്രദ്ധയിലായിരുന്നു. എല്ലാ ആളുകളും തസ്ബീഹ് ചെല്ലുമ്പോൾ അവർ അശ്രദ്ധയിലായിരുന്നു. അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് അശ്രദ്ധയിലായിരുന്നു. അള്ളാഹു ആദ്യം അയാളുടെ ആ അവസാനത്തെ എഴുതിയതാണ്. ആ ഇറങ്ങി വന്ന, അതായത് പണി തുടങ്ങുന്ന മലക്കുകൾ തുടക്കത്തിൽ എഴുതി വെച്ചു അത് തന്നെ. അപ്പൊ ഒരു കിതാബിന്റെ തുടക്കവും നോക്കി അള്ളാഹു തആല എന്താണ് അയാൾ ആദ്യം ചെയ്ത പണി. അപ്പൊ അയാൾ തുടക്കത്തിൽ തന്നെ അയാൾ അശ്രദ്ധയിലായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ തസ്ബീഹ് ചെല്ലുകയായിരുന്നു. അള്ളാഹുവിന് വലിയ സന്തോഷമായി. അതിന്റെ അവസാനം നോക്കി ആ പേജ്, അപ്പോഴും മലക്കുകൾ കയറി പോകുമ്പോൾ അവസാനം എഴുതി വെച്ചതും അയാൾ തസ്ബീഹിലായിരുന്നു, അല്ലെങ്കിൽ അയാൾ നല്ല അമൽ ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ അശ്രദ്ധയിലായിരുന്നു. അപ്പൊ നല്ല കാര്യങ്ങൾ അള്ളാഹുവിന് വലിയ സന്തോഷം. അപ്പൊ അള്ളാഹു തആല പറയും, അതിനിടയിലുള്ളതെല്ലാം എൻ്റെ അടിമക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന്. ഇതേപോലെ ആഴ്ചയിലെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയരുന്നുണ്ട്. ആഴ്ചയിലെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തുന്നത് വെള്ളിയാഴ്ച രാവാണ് എന്ന് വിശ്വാസം പറഞ്ഞതായി കാണാം. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകത പഴയ ആളുകളൊക്കെ ചെയ്തിരുന്നത്. ശ്രദ്ധിക്കണം നല്ലോണം. ഉറങ്ങുന്നുണ്ടാ? വെള്ളിയാഴ്ച രാവിലെ അള്ളാഹു തആല പ്രത്യേകത, ഹബീബാ നബി തങ്ങളും എല്ലാവരും പ്രത്യേകം നൽകാൻ കാരണം എന്താ? വെള്ളിയാഴ്ച രാവിലാണ് ഒരാഴ്ചത്തെ അമലുകൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇറങ്ങി കൊണ്ടുപോവുകയും അടുത്ത ആഴ്ചത്തെ അമലുകൾ എഴുതാൻ തുടങ്ങുകയും ചെയ്യും. അപ്പൊ ഒരാളെ കാണുന്നത് വ്യാഴാഴ്ച അയാൾ നോമ്പ് നോക്കിയതായിട്ടാണ്.
അല്ലെങ്കിൽ വ്യാഴാഴ്ച അയാൾ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്, വെള്ളിയാഴ്ച രാവിലെ ആയിട്ട്. അപ്പൊ ആ മലക്ക് എഴുതി വെച്ചു. അവസാനം വീടുന്ന് കയറി പോകുന്ന ആ ആഴ്ചയിൽ അമലുമായി പോകുന്ന ആളുടെ അവസാനത്തെ എഴുത്ത്, അല്ലെങ്കിൽ ആ മലക്കുകൾ ഇറങ്ങി വന്നപ്പോൾ ആദ്യം കണ്ട വ്യാഴാഴ്ചയാണ് അവർ ഇറങ്ങിയത്. വ്യാഴാഴ്ച അയാൾ നോമ്പുകാരനാണ്. അതാണ് വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് വെക്കാൻ കാരണം, സുന്നത്ത് നോമ്പ് ഉണ്ടാക്കാൻ കാരണം. വ്യാഴാഴ്ച നോമ്പ് സുന്നത്തല്ലേ, അതാക്കാൻ കാരണമാണ്. അപ്പൊ അയാളുടെ സഹീഫിന്റെ, അതായത് നന്മതിന്മകൾ എഴുതിയ ഏടുണ്ടല്ലോ, ആ ഏടിന്റെ ആദ്യത്തെ പേജിൽ വ്യാഴാഴ്ച, ഒരാഴ്ചയുടെ ആദ്യത്തെ പേജ് വ്യാഴാഴ്ച. ആ വ്യാഴാഴ്ച അയാൾ നോമ്പുകാരനായിരുന്നു, അല്ലെങ്കിൽ നിസ്കാരത്തിലായിരുന്നു, അയാൾ സൽക്കർമ്മം ചെയ്യുകയായിരുന്നു. പിന്നെ അതിനിടയിൽ വെള്ളിയാഴ്ച വന്നു, ശനിയാഴ്ച വന്നു, ഞായറാഴ്ച വന്നു, തിങ്കളാഴ്ച വന്നു, ചൊവ്വാഴ്ച വന്നു, ബുധനാഴ്ച വന്നു. വ്യാഴാഴ്ച ആ കിതാബ് അല്ലെങ്കിൽ ആ ഒരാഴ്ചത്തെ റിപ്പോർട്ട് പൂർത്തീകരിച്ചുകൊണ്ട് അവിടെ അടക്കുകയാണ്. അവസാനത്തെ പേജ് വ്യാഴാഴ്ച. ആ വ്യാഴാഴ്ച എന്തായിരുന്നു? അയാൾ നോമ്പുകാരനായിരുന്നു, അല്ലെങ്കിൽ അയാൾ ഇന്ന് അമൽ ചെയ്യുകയായിരുന്നു. അത് അല്ലാഹു തആല പരിശോധിക്കുമ്പോൾ ഒരാഴ്ചത്തെ അമല് വ്യാഴാഴ്ച അയാൾ നോമ്പുകാരനും. വലിയ സന്തോഷമായി അള്ളാഹു. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലെന്താണ്? അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമലെന്താണ്? നോമ്പ് നോക്കുക എന്നതാണ്. അതാണ് അള്ളാഹു കാണുന്നത്. അതിന് അള്ളാഹു ഭയങ്കര സന്തോഷമായി. പിന്നെ അതങ്ങനെ മറിച്ച് അവസാനത്തെ പേജ് നോക്കുമ്പോൾ വ്യാഴാഴ്ച അപ്പോഴും അയാൾ നോമ്പുകാരനായിരുന്നു. പിന്നെ ബാക്കിയുള്ളതൊന്നും അള്ളാഹു പരിഗണിക്കില്ല, അള്ളാഹു അയാൾക്ക് കൊടുത്തു കൊടുക്കും എന്ന് ഹബീബിനാ റസൂലുള്ളാഹി. ഇതേപോലെ ഒരു വർഷത്തിലെ അമലുകൾ കംപ്ലീറ്റ് ചെയ്ത് സീല് വെച്ച് നമ്മുടെ ഒരു വർഷത്തെ റിപ്പോർട്ട് അള്ളാഹുലേക്ക് പോകുന്നത് ഏത് മാസത്തിലാണ്? പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ അമലുകളെ ഉയർത്തപ്പെടുന്നത് തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ആ പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് അടിമകളുടെ അമലിനെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. അപ്പൊ ആ മാസത്തിൽ അധികമായി നോമ്പ് നോക്കുന്നവനായി, അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതായി അള്ളാഹുവിന് ബോധ്യപ്പെടുകയാണ്. ആ പേജ്, ആ ഒരു മാസത്തെ ആ മാസം, ശഅബാൻ മാസം മുഴുവനും ഒരുപാട് നന്മകളാണ്. അടുത്ത ശഅബാൻ മാസത്തിലും അതുപോലെ തന്നെ തുടക്കവും ഒടുക്കവും അതാണ് കാണുന്നത്. ശഅബാൻ മാസം തന്നെയാണ് തുടക്കവും, ശഅബാൻ മാസം തന്നെയാണ് അവസാനിക്കുന്നത്. അപ്പൊ ആ ഒരു വർഷത്തെ അമലുകളിൽ അതിനിടയിൽ ചെയ്തത് ചെറിയ ചെറിയ പാപങ്ങളും തെറ്റുകളൊക്കെ അയാൾ അതിനിടയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അള്ളാഹു തആല ഈ ശഅബാൻ മാസത്തിൽ അയാൾ ചെയ്ത നന്മ കാരണമായി അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ശഅബാൻ മാസം ധാരാളം അമലുകൾ ചെയ്യും, ധാരാളം നന്മകൾ, ദാനധർമ്മങ്ങളും ദിക്റുകളും തസ്ബീഹുകളും, പ്രത്യേകിച്ച് സ്വലാത്ത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹാന്മാരായ ആളുകൾ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം, ശഅബാൻ മാസം സ്വലാത്തിന്റെ മാസമാകുന്നു. എന്തുകൊണ്ട്? എന്താ കാരണം? ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഇറങ്ങിയത് ശഅബാൻ മാസത്തിലാണ്. ഈ ആയത്ത് ഹബീബായ നബി തങ്ങൾക്ക് അവതരിപ്പിച്ചത് ഇറങ്ങിയത് ഏത് മാസത്തിലാണ്? ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ശഅബാൻ മാസം സ്വലാത്തിന്റെ മാസവും ആകുന്നു. സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ നോമ്പുകൾ കൂടുതൽ നോക്കേണ്ട മാസമാണ് പരിശുദ്ധ ശഅബാൻ മാസം. അതുപോലെ തന്നെ ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് ശഅബാൻ മാസം. ശഅബാൻ മാസം വളരെ ശ്രദ്ധിക്കേണ്ട മാസമാണ്. നന്മകളെ കൊണ്ട് നമ്മുടെ ഏടുകൾ, നമ്മുടെ കിതാബ്, നമ്മുടെ നന്മതിന്മകൾ എഴുതുന്ന കിതാബ്, നമ്മുടെ നന്മകളെ കൊണ്ട്, ഒരുപാട് നന്മകളെ കൊണ്ട് നിറക്കേണ്ട മാസമാണ് പരിശുദ്ധമായ ശഅബാൻ മാസം. ഈ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. ഇനി ഈ ശഅബാൻ മാസത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഏത്? ശഅബാൻ 15, ബറാഅത്ത് രാവ് എന്നാണ് അത് നമ്മൾ പറയാം. എന്ത് രാവ് എന്ന് പറയാം? ബറാഅത്ത് രാവ്. ബറാഅ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒഴിവാക്കുക, അല്ലേ? ഇന്നീ ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. എന്തൊഴിവാക്കുക? മനുഷ്യനെ അല്ലാഹു തആല അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് ഒഴിവാക്കുന്ന മാസം. ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ 15-ാം രാവ് ബറാഅത്ത് രാവാണ്. ആ രാവിൽ ആര് അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണേ എന്ന് പറയുന്നോ അവരെയൊക്കെ അള്ളാഹു ഒഴിവാക്കും. മുസ്ലിമായ മനുഷ്യന്മാർ, ഈമാനിൽ തകരാറൊന്നുമില്ലാത്ത മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകൾ,
അന്നത്തെ രാത്രിയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അള്ളാഹുവേ എന്നെ നീ നരകത്തുനിന്ന് ഒഴിവാക്കി തരണേ അല്ലാ. അന്നത്തെ രാത്രി അന്നത്തെ ദിവസം ഒരുപാട് നന്മകൾ ചെയ്ത് അള്ളാഹിനോട് നരകമോചനം ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നരകത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്നതാണ്. ആ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി റളിയല്ലാഹു അൻഹു ഖാല, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാൻ, അന അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പറയാൻ, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ന്റെ രാത്രിയായാൽ ഫഖൂമു ലൈലഹാ, ആ രാത്രി നിങ്ങൾ ഉറങ്ങേണ്ട രാത്രിയല്ല, രാത്രി നിങ്ങൾ നിന്ന് നിസ്കരിക്കണേ. ആ രാത്രി ധാരാളം സുന്നത്ത് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, വിത്ർ 11 റക്അത്ത് നിസ്കരിക്കുക, 11 റക്അത്ത് വിത്ർ നിസ്കരിക്കുക. എന്നിട്ട് കുറച്ച് സമയം ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേറ്റിട്ട് വീണ്ടും തഹജ്ജുദ് നിസ്കാരം ഇങ്ങനെ ഒരുപാട് നിസ്കരിക്കുക. ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്ത്, നമ്മൾ കാണാതെ പഠിച്ച ഖുർആൻ പാരായണം ചെയ്ത് ദീർഘമായി പാരായണം. വേഗം കൈകെട്ടി അങ്ങനെയല്ല, കോയി കൊത്തുമ്പോൾ നിസ്കാരമല്ല. നിങ്ങൾക്ക് വലിയ ഭാഗ്യവാന്മാരല്ലേ, നല്ല നന്നായി തജ്വീദ് അനുസരിച്ചുകൊണ്ട് നല്ല തർത്തീലായി ഖുർആൻ ഓതാൻ നിങ്ങൾക്കറിയാം. എന്തൊരു രസായിരിക്കും. നല്ല തർത്തീലായി അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് മനോഹരമായ ഖുർആൻ പാരായണം ചെയ്ത് ഇങ്ങനെ ദീർഘനേരം നമസ്കരിക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. അതാണ് പറഞ്ഞത്, ഖൂമൂ ലൈലഹാ, ആ രാത്രിയിൽ നിങ്ങൾ ദീർഘമായി നമസ്കരിക്കണേ. വസൂമൂ നഹാറഹാ, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പ് നോക്കണേ. ഏതിന്റെ പകലിൽ? ശഅബാൻ 15ന്റെ പകലിൽ. ഫഇന്നല്ലാഹ തആല, കാരണം അല്ലാഹു തആല യൻസിലു ഫീഹാ ലിഗുറൂബി ശംസ്, യൻസിലു ഫീഹാ ലിഗുറൂബി ശംസ് ഇലാ സമാഇ ദുനിയ. ശഅബാൻ 15ാം രാവിന്റെ മഗ്രിബ് മുതൽ, ശഅബാൻ 15ാം രാവിന്റെ മഗ്രിബ് മുതൽ, എപ്പോഴാ ശഅബാൻ 15ാം രാവ് വരെ? ഈ മാസം, ഇത് ശഅബാനിലെ വെള്ളിയാഴ്ച 14-ന്. ശഅബാൻ 15ാം രാവ് എപ്പോ വരുമെന്ന് ചോദിച്ചാൽ 14-ന്. അത് എല്ലാവർക്കും അറിയില്ല, പറയട്ടല്ലേ. 14-ന് തന്നെ 15ാം രാവ് വരുമോ? 15ാം രാവ് വരുന്ന ദിവസം ഏതാ? വെള്ളിയാഴ്ചയാണ്, ശനിയാഴ്ചയാണ് ശഅബാൻ 15. അപ്പൊ വെള്ളിയാഴ്ച രാത്രി, അപ്പൊ വ്യാഴാഴ്ച രാവും പുണ്യമുള്ള രാത്രി. അപ്പൊ ശരിക്കും ഈ ശഅബാനിലെ 13ഉം 14ഉം 15ഉം നമ്മൾ എന്ത് ചെയ്യണം? നോമ്പ് നോക്കണം. അയ്യാമുൽ ബീദിന്റെ ദിവസമല്ലേ? അയ്യാമുൽ ബീദിന്റെ 3 നോമ്പ്, ബുധനും കിട്ടും, വ്യാഴവും കിട്ടും, വ്യാഴം വെള്ളി ശനി, വ്യാഴവും കിട്ടും, വെള്ളിയും കിട്ടും. ഈ 3 ദിവസം നോമ്പ് നോക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂലേ? ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരു മാസത്തിൽ 3 നോമ്പ് ഒരാൾ നോക്കിയാൽ ആ മാസം മുഴുവൻ നോമ്പ് നോക്കിയ കൂലി കിട്ടും. എന്തുകൊണ്ട്? ഒരു നന്മക്ക് എത്ര കൂലി? ഒരു നന്മ ചെയ്താൽ എത്ര കൂലിയാ? 10 കൂലി. ഇപ്പൊ 3 നന്മ ചെയ്താൽ അത്രയായി 30 കൂലി. ഇപ്പൊ ഒരു ദിവസം നോമ്പ് നോക്കിയാ 10 ദിവസം നോമ്പ് കൂലി, 3 ദിവസം നോമ്പ് നോക്കിയാലോ 30 ദിവസം നോമ്പ് നോക്കിയ കൂലി. ആ ഹിക്മത്ത് തോന്നണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അപ്പൊ ആ ദിവസത്തിൽ നമുക്ക് നോമ്പൊക്കെ 13, 14, 15. അപ്പൊ നമുക്ക് ബറാത്തിന്റെ നോമ്പടക്കം കിട്ടി. അപ്പൊ നോക്ക് നിങ്ങൾ, ആ ദിവസം, അതായത് 15ാം രാവ് വെള്ളിയാഴ്ച, ഈ വർഷം വെള്ളിയാഴ്ച, ശനിയാഴ്ച രാവ് വെള്ളിയാഴ്ച, അന്നത്തെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൻസിലു ഫീഹാ ലിഗുറൂബി, ഇന്നല്ലാഹ, അല്ലാഹു തആല യൻസിലു ഫീഹാ, ആ 15ാം രാവിൽ ഇറങ്ങും, ലിഗുറൂബി ശംസി, സൂര്യൻ അസ്തമിക്കുന്നത് മുതൽ, ഇലാ സമാഇ ദുനിയ, 1ാം ആകാശത്തിലേക്ക്. 1ാം ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ അള്ള ഇങ്ങനെ കേണി വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങല. അള്ള ഒരു മനുഷ്യനാറ്റാ? പിന്നെ എങ്ങനെയാ അള്ള ഇറങ്ങുക? അള്ളാഹു എങ്ങനെ ഇറങ്ങുക? അതൊരു ആപേക്ഷികമായ ഒരു പ്രയോഗമാണ്. അതൊരു ആപേക്ഷികമായ ഒരു പ്രയോഗമാണ്. അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ, 1ാം ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ അള്ളാഹു അടിമയിലേക്ക് അത്രയും അടുക്കും എന്നാണ് അർത്ഥം. നമ്മുടെ ഏറ്റവും അടുത്ത ആകാശം ഏതാണ്? 1ാം ആകാശമല്ലേ? അള്ളാഹു അടിമയിലേക്ക് 1ാം ആകാശത്തിലേക്ക് ഇറങ്ങും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു അടിമകളിലേക്ക് അത്രയും അടുക്കും എന്നർത്ഥം. വളരെ അടുക്കും അള്ളാഹു അടിമകളിലേക്ക്. എന്നിട്ടോ
എന്നിട്ട് ഫയഖൂലു, എന്നിട്ട് അല്ലാഹു ചോദിക്കും, അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു, ഇന്നത്തെ രാത്രി ആരാണ് എന്നോട് പൊറുക്കലിനെ തേടുന്നത്, ഇസ്തിഗ്ഫാർ ചെല്ലുന്നത്, ഞാൻ അവന് പുറത്തു കൊടുക്കാം. അലാ മുസ്തർസിഖിൻ ഫഅർസുഖഹു, ആരാണ് എന്നോട് റിസ്കിനെ ചോദിക്കുന്നത്, ഞാൻ അവന് റിസ്കിനെ കൊടുക്കാം. എന്താ റിസ്ക് എന്ന് പറഞ്ഞാല്? സമ്പത്ത്, ഭക്ഷണം മുതല് സമ്പത്തിനെ ആരാണ് എന്നോട് ചോദിക്കുന്നത്, അവർക്ക് ഞാൻ കൊടുക്കാം, അവർക്ക് ഞാൻ കൊടുക്കാം. അതുപോലെ തന്നെ അലാ മുബ്തലൻ ഫഅഫി, പരീക്ഷിക്കപ്പെടുന്നവൻ ആരാണ് എന്നോട് ആഫിയത്തിനെ ചോദിക്കുന്നത്, അവന് ഞാൻ ആഫിയത്ത് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ രോഗികളായ ആളുകൾ ആരാണോ രോഗശമനത്തിന് വേണ്ടി എന്നോട് ഇന്നത്തെ രാത്രിയിൽ ചോദിക്കുന്നത്, ഞാൻ അവന് ആഫിയത്ത് കൊടുക്കാം. അലാ കദാ അലാ കദാ, അങ്ങനെ ഓരോന്ന്, ഇത് ഉദാഹരണം പറഞ്ഞാണ്. അങ്ങനെ ഓരോന്ന് എടുത്ത് ചോദിക്കും. കടം വീട്ടാൻ ആരാ ചോദിക്കുന്നത്, ഞാൻ അവന്റെ കടം വീട്ടി കൊടുക്കാം. വീടിനെ ആരാ ചോദിക്കുന്നത്, ഞാൻ അവന് വീട് കൊടുക്കാം. രോഗശമനത്തിന് ആരാ ചോദിക്കുന്നത്, ഞാൻ അവന് രോഗശമനം കൊടുക്കാം. നല്ല കുടുംബ ജീവിതത്തിന് ആരാ ചോദിക്കുന്നത്, ഞാൻ അവനത് കൊടുക്കാം. ദീർഘായുസിനെ ആരാ ചോദിക്കുന്നത്, ഞാൻ ആയുസ് നിർത്തി കൊടുക്കാം. ഇങ്ങനെ ഓരോന്നോരോന്ന് അല്ലാഹു എടുത്തെടുത്ത് ചോദിക്കും. ഏതുവരെ? ഫജ്ർ വെളിവാകുന്നത് വരെ. അപ്പൊ ശഅബാൻ 15 രാത്രി ഉറങ്ങേണ്ട രാത്രിയല്ല, ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിനോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും രാജാതിരാജനായ റബ്ബിനോട് ചോദിച്ചു വാങ്ങേണ്ട ദിവസമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറ്റൊരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഹാദിഹി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഈ രാത്രി ശഅബാൻ 15 രാത്രിയാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല, നിശ്ചയമായും അല്ലാഹു തആല, ഫയഗ്ഫിറു ലിൽ മുസ്തഗ്ഫിരീന വയർഹമു ലിൽ മുസ്തർഹമീന വയുഅഖിറു അഹ്ലൽ ഹിഖദി കമാ ഹും. ശ്രദ്ധിക്കേണ്ടതാണ്, എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നില്ല, എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കൂല. ചില ആളുകളെ അല്ലാഹു ചോദിച്ചാലും കൊടുക്കൂല. ചില ആളുകൾ ശ്രദ്ധിക്കണേ, നല്ലോണം ശ്രദ്ധിക്കണേ, നല്ലോണം സൂക്ഷിക്കണം. ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞ ഹദീസ് തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹാദിഹി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഈ പരിശുദ്ധമായ ശഅബാൻ 15 ബറാഅത്തിന്റെ രാവുണ്ടല്ലോ, ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല, ഫയഗ്ഫിറു ലിൽ മുസ്തഗ്ഫിരീൻ, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. വയർഹമു ലിൽ മുസ്തർഹമീൻ, അല്ലാഹുവിനോട് കാരുണ്യം ചോദിക്കുന്ന എല്ലാവർക്കും അല്ലാഹു കാരുണ്യം കൊടുക്കും. വയുഅഖിറു അഹ്ലൽ ഹിഖദി കമാ ഹും, ഹിഖദിന്റെ അഹലുകാർക്കൊഴികെ, എന്താ പറഞ്ഞേ? ഹിഖദിന്റെ അഹലുകാർക്കൊഴികെ അവരെ അല്ലാഹു തആല അവർക്ക് മാത്രം അല്ലാഹു കൊടുക്കും. എന്താണ് ഹിഖദിന്റെ അഹലുകാർ എന്ന് പറഞ്ഞാല്? മനസ്സിൽ കുനിഷ്ട് വെച്ച് നടക്കുന്ന ആളുകൾ. മനസ്സിൽ എപ്പോഴും അവരുടെ മനസ്സ് നല്ലതല്ല, മനസ്സാണ് നന്നാക്കുന്നത്. ഖൽബ് നന്നാക്കാതെ എന്ത് നന്നായിട്ടും കാര്യമില്ല. ഹൃദയം ശുദ്ധീകരിക്കും. അത് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, ഹൃദയത്തെ ആര് ശുദ്ധീകരിച്ചുവോ അവൻ വിജയിച്ചവനാണ്. ഹൃദയത്തെ ആര് മലീമസമാക്കിയോ അവൻ പരാജയപ്പെട്ടവനുമാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന ഫിൽ ജസദി ലമുദ്ഗത്തുൻ, തങ്ങൾ പറഞ്ഞ ഇന്ന ഫിൽ ജസദി ലമുദ്ഗത്തുൻ, നിശ്ചയമായും ശരീരത്തിലുണ്ട് ലമുദ്ഗത്തുൻ, ഒരു മാംസപിണ്ഡം. ഇദാ സ്വലഹത് സ്വലഹൻ നാസ് സ്വലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ അവൻ മുഴുവൻ നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് മോശമായാലോ അവൻ മോശമായി. അലാ വഹിയൽ ഖൽബ്, അതേതാണ് ആ മാംസപിണ്ഡം? അലാ, അറിയണേ, വഹിയ, ആ മാംസപിണ്ഡം, വഹിയൽ ഖൽബ്, അത് ഹൃദയമാകും. മനുഷ്യൻ നന്നാക്കേണ്ടത് ഹൃദയം. എല്ലാവരെയും വെറുപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാവുന്നത് ഹൃദയം നന്നാവുമ്പോഴാണല്ലോ സ്വഭാവം നന്നാവുക. ഹൃദയത്തിലുള്ളതിനെയാണല്ലോ അവന്റെ പ്രവൃത്തിയിലൂടെ പുറത്തേക്ക് കാണിക്കുക. ഹൃദയത്തിൽ അവൻ ഓരോ ആളുകളെയും എങ്ങനെയാണോ അവരോട് അങ്ങനെയാണ് അവൻ പെരുമാറുന്നത്. ഒരു ഉദാഹരണം, എനിക്ക് ദേഷ്യം, എൻ്റെ ഹൃദയത്തിൽ ഒരാളോട് ഭയങ്കര വെറുപ്പാണ്. അയാളെ കാണുമ്പോൾ എനിക്ക് ചിരിക്കാൻ കഴിയോ? കാണുമ്പോൾ തന്നെ ചിരി വരില്ല, ദേഷ്യം വരും. ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ വെറുപ്പ് പിടിക്കും. അത് ഹൃദയത്തെ
അല്ലെ? മനസ്സിന്റെ കണ്ണാടി മുഖം എന്ന് പറയുന്നില്ലേ? മനസ്സിന്റെ കണ്ണാടിയാണെന്ത്? മുഖം. മനസ്സിലുള്ളതിനെ മുഖത്ത് കാണിക്കും, അവന്റെ സ്വഭാവത്തിൽ, അവന്റെ പെരുമാറ്റത്തിൽ. ഒരു മനുഷ്യന്റെ പെരുമാറ്റം മോശമാകുന്നു എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? അവന്റെ ഹൃദയം ചീത്തയായിരിക്കുന്നു എന്നതാണ്. ഹൃദയം ചീത്തയായാൽ പിന്നീട് അള്ളാഹുവിന്റെ കലാം അങ്ങോട്ട് കടക്കൂല. ഹൃദയം ശുദ്ധിയില്ലെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ കലാം, വിശുദ്ധ ഖുർആൻ അതിന്റെ ഉള്ളിലേക്ക് കടക്കൂല. അതാദ്യം പരിശുദ്ധമാക്കും. അപ്പോഴാണ് നമ്മുടെ സ്വഭാവം നന്നാവുക. എല്ലാവരും വെറുപ്പിക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരെയും വെറുപ്പിക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരുടെയും സ്നേഹവും ആദരവും പിടിച്ചു പറ്റാനാണ് പ്രയാസം. എല്ലാവരും വെറുക്കുക. നമ്മുടെ ഉമ്മ നമ്മളെ വെറുക്കുന്നു, നമ്മുടെ ഉമ്മാമ നമ്മളെ വെറുക്കുന്നു, നമ്മുടെ ഉപ്പ നമ്മളെ വെറുക്കുന്നു, നമ്മുടെ ഉപ്പാപ്പ നമ്മളെ വെറുക്കുന്നു, നമ്മുടെ ആങ്ങളമാര് നമ്മളെ വെറുക്കുന്നു, നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നമ്മളെ വെറുക്കുന്നു. അല്ലേ? ചില കുട്ടികളൊക്കെ, ചില ആളുകളൊക്കെ, നിങ്ങളൊന്നല്ല, നിങ്ങളൊക്കെ നല്ല മക്കളാണ്, ഒരാരില്ലെങ്കിൽ. ചില കുട്ടികൾ ലീവിന് നാട്ടിൽ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും ചില ഉമ്മമാരുടെ മനസ്സിൽ ആധിയാണ്, ചില ഉമ്മമാരുടെ മനസ്സിൽ ബേജാറാണ്. ഓ എത്തുണ്ടോ, എപ്പം തന്നെ പറഞ്ഞാലും കേൾക്കൂല, നിസ്കരിക്കാനും എണീക്കൂല, ഭക്ഷണവും കഴിക്കൂല, ഒരു സംഗതിയും പറഞ്ഞാൽ കേൾക്കൂല. നമ്മളെ കൂട്ടത്തിൽ ആരും അങ്ങനെയില്ലല്ലോ. എന്താ ഇതൊക്കെ ഒരു ശക്തി കുറവ് ഇല്ല അല്ലേ? ഇല്ല, അങ്ങനെ ഉണ്ടാവരുത്. അല്ലാ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരു നമ്മളെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട, എല്ലാവരും നമ്മളെ കുറിച്ച് നല്ലത് പറയണം. ആളുകൾ മോശം പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആളുകളൊക്കെ, കുറെ ആളുകൾ പറഞ്ഞു അയാൾ നല്ല മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു, നല്ല സ്വഭാവമായിരുന്നു അയാൾ, ആരോടും ഒരു വെറുപ്പില്ലാത്ത, ആരെയും ഒന്നും വിഷമിപ്പിക്കാത്തൊരു മനുഷ്യനായിരുന്നു. ഹബീബാ നബി തങ്ങൾ പറഞ്ഞില്ലേ, അങ്ങനെ ആളുകൾ പറയുന്നുവെങ്കിൽ അതിനർത്ഥം അവൻ സ്വർഗാവകാശിയാണ്. രണ്ട് മയ്യത്ത് കൊണ്ടുപോയപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞ കഥ അറിയില്ല നമുക്ക്, അല്ലേ? ഒരു മയ്യത്തിന് നിബിതങ്ങളും സ്വഹാബാക്കളും ഇരിക്കുമ്പോൾ ഒരാളുടെ മയ്യത്ത് അങ്ങനെ കൊണ്ടുപോയി. അപ്പൊ സ്വഹാബാക്കളിൽ ചില ആളുകൾ പറഞ്ഞു, അയാൾ നല്ല മനുഷ്യനായിരുന്നു, നല്ല ധർമ്മിഷ്ഠനായിരുന്നു, ആളുകളെയൊക്കെ സഹായിക്കുന്ന ആളുകളായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വജബത്ത്. വേറൊന്നും പറഞ്ഞില്ല, സ്വഹാബാക്കൾക്കൊന്നും മനസ്സിലായില്ല, അങ്ങനെ വിട്ടു. പിന്നെ വേറൊരാൾ മയ്യത്ത് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നബി തങ്ങളുടെ ആ സ്വഹാബാക്കൾ അവിടെ ഇരുന്ന ആളുകളൊക്കെ പറഞ്ഞു, ഓ അയാൾ മരിച്ചു കിട്ടിയോണ്ട് ആളുകൾക്ക് പോണായി, അയാളെ കൊണ്ടുള്ള ഇടങ്ങേറി ചില്ലറല്ലേ, ഒരു അക്രമിയും ഉപദ്രവകാരിയും അല്ലാത്ത ഒരു കുഴപ്പം പിടിച്ച ചങ്ങായിരുന്നു. അപ്പോഴും നബി പറഞ്ഞു വജബത്ത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ, രണ്ട് മയ്യത്ത് കൊണ്ടുപോയപ്പോൾ നബി തങ്ങളെ അങ്ങ് വജബത്ത് എന്ന് പറഞ്ഞില്ല. വജബത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം നിർബന്ധമായിരിക്കുന്നു, അല്ലേ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഹബീബാ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ആദ്യം ഒരു മയ്യത്ത് കൊണ്ടുപോയപ്പോ അയാളെ കുറിച്ച് നിങ്ങൾ നല്ലത് പറഞ്ഞില്ലേ, നല്ല മനുഷ്യനായിരുന്നു, നല്ല ഉപകാരിയായിരുന്നു, നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വജബത്ത് എന്ന് പറഞ്ഞാൽ വജബത്ത് ലഹുൽ ജന്ന, നിങ്ങൾ അത് പറഞ്ഞത് കൊണ്ട് അവന് സ്വർഗം നിർബന്ധമായി. രണ്ടാമതൊരാളെ കൊണ്ടുപോയപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല, അയാൾ വലിയ മോശമായ മനുഷ്യനായിരുന്നു, കുറുങ്കള്ളൂടിയനാണ്, തെമ്മാടിയാണ്, ഉപദ്രവകാരിയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ വജബത്ത് എന്ന് പറഞ്ഞാൽ വജബത്ത് ലഹുന്നാർ, അയാൾക്ക് നരകം നിർബന്ധമായിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം, ആരുടെയും വെറുപ്പ് സമ്പാദിക്കരുത്. ഹൃദയം നന്നാക്കണം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന വിഷയമാണ്, ഹൃദയം നന്നാക്കണേ. മനസ്സിൽ കുനിഷ്ടുണ്ടാവാൻ പാടില്ല. മനസ്സിൽ മറ്റുള്ളവരോടുള്ള വൈരാഗ്യം, വിദ്വേഷം, മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന സ്വഭാവം. ഹൃദയം ശുദ്ധിയാവാതെ എന്ത് നന്നായിട്ടെന്ത കാര്യം? നല്ല മൊഞ്ചിട്ട് കാണാൻ, എന്തോ ഒരു മൊഞ്ചാന്ന് ലിപ്സ്റ്റിക് തേച്ചിട്ട് കാര്യമില്ല, ഐലൈനർ തേച്ചിട്ട് കാര്യമില്ല, പൊട്ടിയിട്ടിട്ട് കാര്യമില്ല, ഉള്ളു കക്കൂസാന്ന്. ഒരു കക്കൂസിന്റെ പുറത്ത് നല്ല മനോഹരമായ വിലപിടിപ്പുള്ള പെയിന്റെല്ലാം അടിച്ച് നല്ല ഉഷാറാക്കി, എന്ത് ഉഷാറാക്കിയിരുന്ന വേണ്ട, ഇത് ഉള്ളെന്നാ നോക്കാം. ഇതുപോലെ മനുഷ്യന്റെ അവസ്ഥ. നന്നാക്കേണ്ടത് ഉള്ളാണ്, കൽബാണ് നന്നാക്കുക. ഹൃദയം നന്നായാൽ മുഴുവൻ നന്നായി, ഹൃദയം മോശമായാലോ മുഴുവൻ മോശം. അല്ലാഹു നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കി തരട്ടെ.
ആമീൻ പറഞ്ഞാൽ പോരാ, അതിന്റെ പണിയെടുക്കണം. അതിന്റെ പണിയെടുക്കണ്ടേ? ഹൃദയം ശുദ്ധിയാക്കാൻ പറഞ്ഞു. എല്ലാവരും നല്ല സ്വഭാവം, എല്ലാവരെയും വെറുപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അങ്ങനെ ഹൃദയം മോശമായ, മറ്റുള്ളവരെ വെറുപ്പിക്കുകയും അവരോടൊക്കെ വിദ്വേഷത്തിലും എപ്പോഴും ശണ്ട കൂടുന്ന ആള്, എന്ത് പറഞ്ഞാലും ദേഷ്യം പിടിക്കുന്ന, മൂക്കുമ്മലാ ദേഷ്യം എന്ന് പറയില്ലേ, അങ്ങനത്തെ ആളുകൾ. അയാൾ ആർക്കും ഇഷ്ടമല്ല, എന്ത് പറഞ്ഞാലും ഒരു ജാതി ചൊറ പിടിച്ചതാണ്. അങ്ങനത്തെ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശഅബാനിന്റെ പവിത്രമായ ശഅബാൻ 15ന്റെ രാവിൽ പോലും അല്ലാഹു പുറത്തു കൊടുക്കൂല, അല്ലാഹു കരുണ ചെയ്യൂല. അപ്പൊ ശഅബാൻ 15ന് മുമ്പ് എന്ത് ചെയ്യണം? ആദ്യം ഹൃദയം നന്നാക്കുക, എല്ലാവരോടും പൊരുത്തപ്പെടിപ്പിക്കുക, നല്ല സ്വഭാവത്തിലിരിക്കുക. വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുശാഹിനൊഴികെ ബാക്കി എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികൾക്ക് മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലാലി മുശ്രിക്കിൻ ഔ മുശാഹിനിൻ, മുശ്രിക്കീങ്ങൾക്കും മുശാഹിനും ഒഴികെ. എന്താ മുശാഹിൻ എന്ന് പറഞ്ഞാല്? ദീനിയായ കാര്യത്തിന് വേണ്ടി അല്ലാതെ, എങ്ങനെ ദീനിയായ അള്ളാഹുവിന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ കാര്യത്തിന് വേണ്ടി അല്ലാതെ പിണങ്ങി നിൽക്കുന്ന മുസ്ലിമീങ്ങൾ, അവർക്ക് അള്ളാഹു കൊടുക്കും. ദീനിയായ വിഷയത്തിന് ഒരാൾ ദേഷ്യം പിടിക്കാൻ, ഒരാൾ വെറുക്കുക, ഒരാൾ കഴിവടിയാണ്, തെമ്മാടിയാണ് അയാൾ, ഞാൻ കുറെ പറഞ്ഞു കൊടുത്ത് നന്നാന്നില്ല, എന്നാ പിന്നെ അയാളെ വെറുക്കണം. നമ്മൾ അയാളെ സ്നേഹിക്കാൻ പറ്റില്ല. തെമ്മാടിയായ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റില്ല. മനസ്സുകൊണ്ട് വെറുക്കുകയും ചെയ്യണം. അത് നമ്മുടെ ഈമാന്റെ ഭാഗം. പറഞ്ഞു കൊടുക്കാം, ആദ്യം ഉപദേശിക്കണം, നന്മയിലേക്ക് വിളിക്കണം. എന്നിട്ടൊന്നും നേരെയാവുന്നില്ലെങ്കിൽ വെറുക്കുക, അയാളെ സ്നേഹിക്കാൻ പാടില്ല. ഫാജിരിയങ്ങളോട് സ്നേഹം ഉണ്ടാകാൻ പാടില്ല, തെമ്മാടികളോട് സ്നേഹം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ദീനിന്റെ കാര്യത്തിലല്ലാതെ പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകൾക്കും പവിത്രമായ ശഅബാൻ 15ന്റെ രാത്രിയിൽ അള്ളാഹു തന്റെ സൃഷ്ടികൾക്ക് മുഴുവനും പുറത്തു കൊടുക്കുമ്പോഴും അള്ളാഹു പുറത്തു കൊടുക്കൂല. ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാമ യുസല്ലി ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ന്റെ രാത്രിയിൽ ഇങ്ങനെ നിസ്കരിക്കുകയാണ്. വഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫി ഹാദിഹിൽ ലൈലത്തി, ഈ രാത്രിയിൽ യുക്തബു കുല്ലു മൗലൂദിൻ വഹാലിക് മിൻ ബനി ആദം വഫീഹാ തുർഫഉ അഅമാലുഹും വതൻസിലു അർസാഖുഹും. ഇസ്ലാം പറയാം, രാത്രിയിൽ ഇങ്ങനെ നിബന്ധങ്ങൾ നിസ്കരിക്കാം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ആയിഷ ബി പറയാണ്, ഫി ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ യുക്തബു കുല്ലു മൗലൂദിൻ, ഏതൊക്കെ കുട്ടികൾ ജനിക്കണമെന്ന് ഇന്നാണ് അല്ലാഹു തആല തീരുമാനമെടുത്തത്. ആർക്കൊക്കെ കുട്ടികൾ ഉണ്ടാവണം? ശഅബാൻ മാസം 15ന്റെ രാത്രിയിൽ നല്ലോണം ദുആരക്കേണ്ടതാണ്, നല്ല മക്കൾക്ക് വേണ്ടി. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നല്ല മക്കൾക്ക് വേണ്ടി അല്ലാഹു അന്നാണത് കണക്കാക്കുക, അല്ലേ? മക്കൾ മംഗലം കഴിച്ചിട്ട് മക്കളില്ലെങ്കിൽ വലിയ സങ്കടമല്ലേ? ഇങ്ങക്ക് ഇപ്പം മനസ്സിലാവില്ല, അന്നേരം തിരിയും. മക്കൾ ഉണ്ടാവാൻ വേണ്ടി ഓടാത്ത ഓട്ടം ഉണ്ടാവില്ല, മുട്ടാത്ത വാതിലുകൾ ഉണ്ടാവില്ല. അപ്പോ നല്ല മക്കൾക്ക് അതൊക്കെ ദുആരക്കേണ്ട ദുആയിൽപ്പെട്ട പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ ശഅബാനിലാണ് അതൊക്കെ തീരുമാനിക്കാം, ആരൊക്കെ ഈ ഭൂമിയിൽ ജനിക്കണം, ആരൊക്കെ ജനിക്കാൻ പാടില്ല എന്ന്. അത് മാത്രമല്ല, രാത്രിയിലാണ് അല്ലാഹു തആല അമലുകളെ ഉയർത്തപ്പെടുന്ന രാത്രി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റളിയല്ലാഹു അൻഹു ഖാല, ഇതൊക്കെ ശഅബാൻ 15ന്റെയും ശഅബാൻ മാസത്തിന്റെയും ഫളായിലാണ് ഞാൻ പറഞ്ഞത്. ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ന്റെ രാത്രിയായാൽ ദുഫിഅ ഇലാ മലക്കിൽ മൗത്ത് സ്വഹീഫത്തുൻ, മലക്കുൽ മൗത്തിന്റെ കയ്യിലേക്ക്, ആരാ മലക്കുൽ മൗത്ത്? അസ്റായീൽ അലൈഹിസ്സലാം. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കയ്യിലേക്ക് അല്ലാഹു ഒരു ഏടിനെ കൊടുക്കും. എന്നിട്ട് ഫയുഖാലു ഇഖ്ബിദ് മൻ ഫീ ഹാദിഹി സ്വഹീഫ, ഈ ഏടിൽ ആരുടെയൊക്കെ പേരുണ്ടോ അവരെയൊക്കെ റൂഹിനെ ഈ കൊല്ലം പിടിച്ചു. അതിന്റെ ഡേറ്റും സമയവും എല്ലാം അഴുത്തുണ്ടാവും. അത് എങ്ങനത്തെ ഏടാന്നൊന്നും നമുക്കറിയില്ല. ഇത് ഏട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാണ്ട് ഇത് വലിയ കിതാബ് കൊടുക്കലാണ്. അത് അള്ളാഹു എങ്ങനെയാണോ അതിന്റെ കൈഫിയത്ത്, അങ്ങനെ നമുക്ക് അത്രയേ അറിയൂ, നമുക്കതിനെ കുറിച്ച് അത്രയേ അറിയൂ.
എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അള്ളാഹു മനുഷ്യനെ അറിയിച്ചു കൊടുത്തില്ല. ഈ ഏട് ഏട് എന്ന് പറയുന്നത് പുസ്തകത്തിന്റെ രൂപത്തിലാണോ, ഇനി ചിപ്പിന്റെ രൂപത്തിലാണോ, ഇനി വേറെ എന്തെങ്കിലും രൂപത്തൊന്നും അറിയില്ല. എന്തായിരുന്നാലും ഈ ഷഅബാൻ 15 രാത്രിയിൽ അള്ളാഹു തആല മലക്കുൽ മൗത്തിന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് കൊടുക്കും. എന്നിട്ട് മലക്കുൽ മൗത്തിനോട് ഈ ലിസ്റ്റിലുള്ള ആളുകളുടെ പേര്, ഈ ആരുടെയൊക്കെ പേരാണോ ഈ ലിസ്റ്റിലുള്ളത്, ആ പേരുള്ള ആളുകളെയൊക്കെ അടുത്ത ഷഅബാനിന് മുമ്പായി എന്താക്കണം? അടുത്ത ഷഅബാനിന് മുമ്പായി പിടിക്കണം. കഴിഞ്ഞ ഷഅബാനിൽ കൊടുത്ത ലിസ്റ്റിൽ നമ്മളെ പേരുണ്ടോ നമുക്കറിയോ? കഴിഞ്ഞ ഷഅബാനിൽ അള്ളാഹു കൊടുത്ത ലിസ്റ്റിൽ നമ്മളെ പേരുണ്ടാവോന്ന് അറിയോ? ഇല്ല. കഴിഞ്ഞ ഷഅബാനിൽ ദീർഘായുസിന് വേണ്ടി ദുആർത്തിന് അള്ളാഹിനോട് ഉണ്ടാവാൻ സാധ്യത കുറവ് അല്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെയാണ് പിന്നെ എല്ലാ ഷഅബാനിലും ഒരാൾ ദുആർന്ന പിന്നെ അയാൾ കാലാകാലം നിൽക്കോ? ഉദാഹരണം പറയാം. ഒരാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ ആയത്തിനെ 7 വട്ടം ഓതിയാൽ രാവിലെ എഴുന്നേറ്റ ഉടനെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ മാതനാ വ ഇലൈഹിൻ നുശൂർ എന്ന് ചൊല്ലി ഈ ആയത്തിനെ മറ്റുള്ള അദ്കാറുകളൊക്കെ നമ്മൾ ചൊല്ലില്ലേ സാധാരണ ഔറാദ് സുബ്ഹ്, അത് ചൊല്ലിയതിന്റെ കൂടെ ഇതും 7 പ്രാവശ്യം ഒരാൾ ഓതിയാൽ ആ ദിവസം അയാൾ മരിക്കുകയില്ല. ആ ദിവസം അയാള് മരിക്കൂല. എല്ലാ ദിവസം ഒരാൾ ഓതിയ പിന്നെ മരിക്കോ? മരിക്കുന്ന നമ്മ മറന്നു. പക്ഷെ ഇന്ന് ചെല്ലിയ എനിക്ക് ഇന്നെന്താ ഉറപ്പിക്കാം? ഇന്ന് ഞാൻ എന്തായാലും മരിക്കില്ല. ബിൽഡിങ്ങിന്റെ മേലെ തലയും കുത്താലേക്ക് ചാടാം. മരിക്കൂലെന്നേ പറഞ്ഞു, തല പൊട്ടൂലെന്ന് പറഞ്ഞിട്ടല്ല. ഓരോന്നിനും ഓരോ അള്ളാഹുവിന്റെ ഖലാഉ മുൻകടക്കുക എന്ന് പറയുന്നത് അത് സംഭവിക്കലേ. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട പറഞ്ഞാല് അതിനൊക്കെ അള്ളാഹു തആല പ്രതിഫലം നൽകും. ഒരു ഉദാഹരണം പറയാം. ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊരാൾ ചൊല്ലിയാൽ അയാൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാൾ തിരിച്ചു വരുന്നത് വരെ അള്ളാഹുവിന്റെ കാവലിൽ, അള്ളാഹുവിന്റെ ഹിഫ്ദിന്റെ ഹഫ്ളത്തിന്റെ മലായികത്തുകൾ അവരുടെ കൂടെ ഉണ്ടാവും, അയാളെ സംരക്ഷിക്കാൻ വേണ്ടി. ഇനി നബി തങ്ങൾ പറഞ്ഞു, ഇനി ആ ഇറങ്ങിയിട്ട് ആ യാത്രയിൽ അയാൾ മരണപ്പെട്ടു പോയാലോ ശുഹദാക്കളുടെ പ്രതിഫലം അള്ളാഹു അയാൾക്ക് നൽകുന്നതാണ്. അയാൾ വെറുതെ ആക്കില്ല. മരിച്ചാലും പ്രശ്നമില്ല നമുക്ക്. അതിൽ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ. നല്ലോണം ചിന്തിക്കണം. നമ്മൾ ഓരോ നന്മകൾ ചെയ്യുമ്പോഴും അത് എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ അറിയാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ നിസ്സാരമായി തരുന്നത്. ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ ചെയ്താൽ രക്ഷപ്പെടും. അള്ളാഹു തആല രക്ഷപ്പെടും. ബാക്കി അള്ളാഹു കരുണ ചെയ്യും. അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരുമാറാവട്ടെ. ഖൽബ് അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. അപ്പൊ നോക്ക്, നിങ്ങൾ നബി തങ്ങൾ പറയാണ്, മലക്കുൽ മൗത്തിന്റെ കയ്യിൽ അള്ളാഹു തആല ലിസ്റ്റ് കൊടുക്കും. എന്നിട്ട് ഈ ലിസ്റ്റിലുള്ള ആളുകളുടെ റൂഹിനെ പിടിക്കാൻ പറയും. ഫഇന്നൽ അബ്ദ ലയഗ്രിസുൽ ഗിറാസ വയൻകിഹുൽ അസ്വാജ വയബ്നിൽ ബുനിയാന വഇന്ന ഇസ്മുഹു ഖദ് നുസിഖ ഫീ ദീവാനിൽ മൗതാ. അപ്പോ ഇന്നത്തെ ഈ ദിവസത്തിൽ ആരൊക്കെ മരിക്കുമെന്നും ആരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്നും, അതായത് ഈ വർഷത്തിൽ ഒരാള് ഇന്ന ഈ വർഷത്തിൽ എന്തൊക്കെ ചെയ്യുമെന്നെല്ലാം അള്ളാഹു കണക്കാക്കുന്ന ദിവസമാണ്. ഏത് ദിവസം? ശഅബാൻ 15 രാത്രി. ഒരു ചെടി കുഴിച്ചിടുന്നത് പോലും ഒരു ചെടി കുഴിച്ചിടുന്നത് പോലും. ഇപ്പൊ ഇന്ന് ഞാനൊരു ചെടിക്ക് വെള്ളം നനച്ചിട്ടുള്ള ചെടി കുഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ശഅബാൻ 15 അള്ളാഹു തആല കണക്കാക്കിയത്. അള്ളാഹു കണക്കാക്കിയതാണ്. അള്ളാഹുവിന്റെ കണക്കാക്കൽ ആദ്യം അള്ളാന്റെ ഖദർ അള്ളാഹു തന്നെ പണ്ടേ അവൻ കണക്കാക്കുന്നവനാണ്. പക്ഷെ അത് അള്ളാഹു തആല അതിൻ്റെതായ മലായികത്തുകളെ ഏൽപ്പിക്കുന്ന ദിവസമാണ് എന്നർത്ഥം. അപ്പൊ തിരുത്താം, ചിലത് തിരുത്താം, ചിലപ്പോ കൂട്ടിച്ചേർക്കാം. അള്ളാഹുവിന് അധികാരമില്ലേ? അള്ളാഹുവിന്റെ അരികത്തിൽ അല്ലേ? അള്ളാഹുവിന്റെ അരികില്ലേ അവന്റെ കിതാബ്?
അള്ളാഹു അതിൽ അധികരിപ്പിക്കുകയോ എഴുതുകയോ അല്ലെങ്കിൽ മായ്ക്കുകയോ ഒക്കെ അള്ളാഹുവിന് അധികാരമാണ്. അത് പരമാധികാരം അള്ളാഹുവിന് മാത്രമാണ്. ഏതൊരു വിധിയും തിരുത്താനും എല്ലാത്തിനും. അപ്പൊ ഓരോ ആളുകൾ എത്ര പോലെ കല്യാണം എങ്ങനത്തെ പിയാപ്പിളെ കിട്ടുക? ഒരാണുങ്ങൾ എത്ര പെണ്ണ് കെട്ടും, എത്ര ഭാര്യമാരുണ്ടാവും? അത് ആരല്ലായിരിക്കും? നമുക്കുള്ള പുതിയാപ്പിളമാരാരാണ്? പുതിയാപ്പിളമാര് വേണ്ട പുതിയാപ്പിള ഒക്കെ അള്ളാഹു കണക്കാക്കുന്ന സാവുണ്ട്. ആ ഷാബാൻ ബാജി വൃത്തിക്ക് ചോദിച്ചേ, നല്ലോണം ചോദിച്ചു. അവരവർക്ക് എങ്ങനത്തെ ആഗ്രഹം, എന്താ ആഗ്രഹം എല്ലാം ചോദിച്ചു. നല്ല സ്വാലിഹീങ്ങളെ തന്നെ ചോദിക്കണേ. മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളും ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വെറുതെ പറയല്ല. പിന്നെ ഹബീബാൻ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇങ്ങനെ ചോദിക്കണം എന്നല്ലേ അല്ലാഹു പറഞ്ഞേ അല്ലേ? റബ്ബനാ ഹബ് ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണമേ, മിൻ അസ്വാജിനാ ഞങ്ങളുടെ ഇണകളിൽ, ഭാര്യയ്ക്ക് ഭർത്താവിനെയും പെണ്ണിന് ആണിനെയും ആണ്ട് പെണ്ണിനെയും ഒക്കെ അതിൽപ്പെട്ടു അസ്വാജിന. വമിൻ ദുരിയാതിന, എന്തും കിട്ടണം, ഞങ്ങളുടെ സന്താന പരമ്പരകൾ, എൻ്റെ മക്കൾ പോരാ, മക്കളെ മക്കളും ഒക്കെ മിൻ ദുരിയാതിന ഖുർറത അയ്നിൻ, കൺകുളിർമയാകുന്ന ഇണകളെയും കൺകുളിർമയാകുന്ന മക്കളെയും നീ ഞങ്ങൾക്ക് തരണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് നീ ഇമാമാക്കണമേ എന്ന് പറഞ്ഞെന്താ? എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കുമൊക്കെ ഞാനൊരു റോൾ മോഡലായിരിക്കണം. എന്നെ കണ്ടിട്ടാണ് അവർ നന്നാവേണ്ടത്. അത്രയും നന്മ എന്നിൽ ഉണ്ടാവണം. അള്ളാഹു അങ്ങനെ ആക്കി പെരുമാറാവട്ടെ. ഉമ്മാനെ കണ്ടിട്ട് ആ മക്കൾ പഠിക്കുക അല്ലേ? മാതാവിൽ നിന്ന് എപ്പോഴും ഒരു പെണ്ണ് നന്നായാൽ ആ കുടുംബം നന്നായി. ഒരു പെണ്ണ് നന്നായാൽ ആ കുടുംബം നന്നായി. കാരണം മക്കളെപ്പോഴും ആരുടെ അടുത്തുണ്ടാവുക? ഉമ്മാൻ്റെ അടുത്തുണ്ടാവും അധികവും അല്ലേ? ഭർത്താക്കന്മാരും ഉപ്പമാരൊക്കെ ജോലിക്കൂ, ചിലപ്പോൾ വിദേശത്തായിരിക്കും, കൊല്ലത്തിലൊരിക്കായിരിക്കും വരിക, 2 കൊല്ലം കൂടുമ്പോഴേക്കും ചിലപ്പോൾ വരിക. എപ്പോഴും കാണുന്നത് ആരെയാണ്? നമ്മളെ ഉമ്മമാരെയാണ്. നമ്മൾ ഉമ്മമാരെ നിസ്കരിക്കുന്നത്, നമ്മുടെ ഉമ്മമാരെ ഖുർആൻ ഓതുന്നത്, അത് കാണുമ്പോൾ ആ കുട്ടികളും അങ്ങനെ ചെയ്യും. ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മളെ ഇവിടെയുള്ള കുട്ടികൾ, ഇപ്പൊ നെസു, ഓന്റെ വായിൽ നിന്ന് വരുന്ന പാട്ടുകളും ഓന്റെ വായിൽ നിന്ന് വരുന്ന പിന്നെ വർത്താനങ്ങൾ അധികവും അല്ലേ? നല്ല പാട്ടുകൾ അല്ലേ? അങ്ങനത്തെ അല്ലേ വരൂ. സിനിമ പാട്ട് വരൂല, അല്ല വേറൊന്നും വരൂല. എന്തുകൊണ്ടാണ്? അവരത് കേൾക്കുന്നില്ല. അവരെപ്പോഴും കേൾക്കുന്ന ഈ ഖുർആൻ, നിങ്ങളെല്ലാം ഖുർആൻ ഓതുന്നതും നിസ്കരിക്കുന്നതും സലാത്ത് ചെല്ലുന്നതും തസ്ബീഹ് ചെല്ലുന്നതും, അതപ്പൊ അവരും അവ തന്നെയാ പഠിക്കുന്നത്, വേറെ ഒന്നും പഠിക്കുന്നില്ല അവര്. അപ്പൊ അതാണ്, നമ്മളാണ് അവർക്കൊക്കെ അതിന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറ്റൊരു ഹദീസ്, അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് സമീഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടു, യഖൂലു പറയുന്നതായിട്ട് നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, യഫ്തഹുല്ലാഹുൽ ഖൈറ ഫീ 4 ലയാലിൻ, 4 രാത്രികളിലാണ് അല്ലാഹു നന്മയുടെ വാതിലുകൾ തുറക്കുന്നത്. നന്മയുടെ വാതിലുകൾ തുറക്കുന്ന 4 രാത്രികളാണ്. ലൈലത്തുൽ അദ്ഹാ വൽ ഫിത്രി, ഒന്ന് ചെറിയ പെരുന്നാളിന്റെ രാത്രിയിലും വലിയ പെരുന്നാളിന്റെ രാത്രിയിലും, വലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ന്റെ രാത്രി, അതുപോലെ യൻസഖു ഫീഹൽ ആജാൽ വൽ അർസാഖ് വയക്തബുൽ ഹാജ ഫീ ലൈലത്തി അറഫ ഇലൽ അദാൻ. അപ്പൊ 4 രാത്രികൾ. 2 രാത്രികൾ ഏതാണ്? ലൈലത്തുൽ അദ്ഹയും അതുപോലെ ലൈലത്തുൽ ഫിത്റും അല്ലെ? ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും 2 രാത്രി. ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, 3ാമത്തെ രാത്രി ഏതാ? ശഅബാൻ 15ന്റെ രാത്രി. ആ രാത്രിയിൽ അല്ലാഹു തആല അജല് കണക്കാക്കുന്ന ദിവസമാണ്. അജല് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ മരണം, ഒരാൾ എപ്പോഴാണ് മരിക്കേണ്ടത് എന്ന് കണക്കാക്കുന്ന ദിവസമാണ് ഏത്? ശഅബാൻ 15ന്റെ രാത്രിയിൽ. വൽ അർസാഖ്, അതുപോലെ ഒരു മനുഷ്യന്റെ റിസ്ക്, അയാൾക്ക് എത്ര സമ്പത്ത് ഉണ്ടാവണം, അയാൾക്ക് എത്ര മുതലുണ്ടാവണം, അയാൾ എത്ര വലിയ മുതലാളിയാവും, എത്ര ഏക്കർ സ്ഥലം ഉണ്ടാവും എല്ലാം. വയക്തുബുൽ ഹാജ, ഈ വർഷം ആരൊക്കെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്നും ആ രാത്രി കണക്കാക്കാം. അള്ളാഹുവോട് ചോദിക്കന്നെ, ചിലപ്പോ കിട്ടിപ്പോവും. അന്ന് അള്ളാഹ് അപേക്ഷ സ്വീകരിക്കുന്ന ദിവസം അന്നാണ്. ഹജ്ജിന്റെ അപേക്ഷ ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ലേ? അതേപോലെ അള്ളാഹ് അപേക്ഷ സ്വീകരിക്കുന്ന ദിവസം ഏതാ? ശഅബാൻ 15ന്റെ രാത്രി. റബ്ബിനോട് ചോദിക്കന്നെ,
കിട്ടുന്നില്ല പ്രതീക്ഷ ചോദിക്കണം. കിട്ടോ ചോദിച്ചു വലിയ കാര്യം ഉണ്ടാ? നല്ല അഖീദ വേണം, നല്ല ഒരു ഹിമ്മത്ത്. അള്ളാഹു തരും. അള്ളാഹുവിന് കഴിയാത്തതുണ്ടല്ല, അള്ളാഹ്ക്ക് കഴിയാത്തതുണ്ടല്ല. അള്ളാഹ്ക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഒരു തുള്ളി വെള്ളത്തിന്റെ കണിക പോലുമില്ലാത്ത പച്ച മരുഭൂമിയിൽ നിന്ന് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ കാലിങ്ങനെ തോണ്ടിയ സ്ഥലത്ത് നിന്ന് അള്ളാഹു തആല വെള്ളം കൊടുത്തില്ലേ? അതും ഖിയാമത്ത് നാൾ വരെ പറ്റാത്ത വെള്ളം. അള്ളാന്റെ കഴിവത്ര വലുതാണ്. എന്തും കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയും. അതുകൊണ്ട് ചോദിക്കുന്നതിന് നമുക്ക് ഒരു മടിയും വേണ്ട. ഞാൻ ഇത് ചോദിച്ചാൽ ഇതെല്ലാം കിട്ടുമോ എന്നുള്ളതാണ് അത് വിചാരിക്കുന്നത്. എന്തും കിട്ടും. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഒരു പരിധിയില്ലാണ്ട് കൊടുക്കും. അത്ര വേണം. അതുകൊണ്ട് ചോദിക്കാൻ ഒരു പിഷ്കത്രവും നോക്കണ്ട. അള്ളാഹ് പിഷ്കനല്ല, അത്രയും കൊടുക്കും. അള്ളാഹിന്റെ ഖജനാവ് വിശാലമാണ്, അള്ളാഹിന്റെ റഹ്മത്ത് വിശാലമാണ്. എന്ന് മാത്രമല്ല നാലാമത്തെ രാത്രി ഏതാണ്? അറഫന്റെ രാത്രിയാണ്. 3 രാത്രി നമ്മൾ പറഞ്ഞത്. 2 പെരുന്നാൾ രാത്രി, മൂന്നാമത്തത് ശഅബാൻ 15 രാത്രി. 4-ാമത്തെ രാത്രി ഏതാ? എല്ലാ നന്മകളും തുറക്കുന്ന 4-ാമത്തെ രാത്രി അറഫന്റെ രാത്രി. അറഫന്റെ രാത്രി ഇലൽ ആദാൻ, ബാങ്ക് വരെ. അറഫാ ദിവസം മഗ്രിബ് ബാങ്ക് വരെയുള്ള സമയം. അറഫാ ദിവസം മഗ്രിബ് ബാങ്ക് വരെയുള്ള പകൽ സമയം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇങ്ങനെ ഒരുപാട് ശഅബാൻ മാസത്തിന്റെ ഫളായിലുകളെ കുറിച്ച് പറഞ്ഞ ഒരുപാട് ഹദീസുകൾ കാണാം. മുഴുവനും ഞാൻ പറയുന്നില്ല. ഇനി ബറാഅത്ത് രാവിൽ പ്രത്യേകമായി ചില ആചാരങ്ങൾ, അത് സാധാരണ നമ്മൾ പറയുമ്പോൾ മുബത്തദീങ്ങളായ ആളുകൾ അങ്ങനെയൊന്നുമില്ല എന്നാണ്. അപ്പൊ അതൊക്കെ ഉണ്ടോ ഇല്ലയോ, എന്താണ് അതിന്റെ അടിസ്ഥാനം? ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു നന്മ ഖൈർ അള്ളാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു എല്ലാ ഖൈറും നമുക്ക് നൽകി ഈ പരിശുദ്ധമായ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.